ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായതിന് ശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് ഉലുവയും നല്ല പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. നല്ല മൂപ്പിച്ചിട്ട് എടുക്കാം. നല്ല ഇളക്കി കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 4 കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളക്കാന്താരിയാണ് ചേർക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാന്താരിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരിയാണ്. അപ്പോൾ നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറയ്ക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ കാശ്മീരി മുളക് പൊടി ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കളറുണ്ടാവും. നല്ല ചുമപ്പ് കളറുള്ള കറിയായിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാൻ നമുക്ക് ഗ്രേവി. അപ്പോൾ അതിലേക്ക് ഞാൻ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് ഗ്രേവി പോലെ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുടംപുളി വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ല വെട്ടി തിളയ്ക്കുന്നിടം വരെ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചാറ് നല്ല വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി നല്ല തീയിൽ വേവിച്ചെടുക്കുന്നിടം വരെ നല്ല തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആവോലി മീനാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല തിള വന്നിട്ടുണ്ട്. എല്ലാ ഫിഷും നിരത്തി വെച്ച് കൊടുക്കാം നമുക്കതിലേക്ക്. അപ്പോൾ തന്നെ മീൻ കറിയുടെ കളറ് നോക്കി നോക്കൂ, നല്ല ചുവപ്പ് കളറല്ലേ. അപ്പോൾ ഞാനിപ്പം എല്ലാ ഫിഷും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ മീൻ വേകാനും പെട്ടെന്ന് വേകും. 6-7 മിനിറ്റിനുള്ളിൽ തന്നെ മീൻ വേകും. ഇപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം.
ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോളൂ. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മീൻ കറിക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.